Magic Okay. morning. Thank you so much to all. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണല്ലോ എല്ലാവരും? നമുക്ക് സെഷൻ എടുക്കുന്നത് നമ്മുടെ NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള ഓസ്റ്റിൻ സാറാണ്. സോ സാറുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് റോഡാണ്. ഈ റോഡ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഓസ്റ്റിൻ സാറെ വെൽക്കം ചെയ്യാൻ. ഓസ്റ്റിൻ സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു സോ മച്ച്. എന്നൊന്ന് ഹോസ്റ്റ് ആക്കാവോ? കോ ഹോസ്റ്റ് ആക്കാവോ? ഓക്കെ 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 സർ. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും ഓക്കെ ഫൈൻ. നമുക്ക് എന്തായാലും ഒരു വീഡിയോ കണ്ട് തന്നെ തുടങ്ങാം. ഒരു റോഡല്ലോ ഇന്ന്, നമ്മുടെ റോഡായതുകൊണ്ട് റോഡ് ഒന്ന് കണ്ടേക്കാം. നിങ്ങൾ റോഡ് കാണാറുണ്ടോ? സ്ഥിരം റോഡിലുള്ള നമ്മുടെ യാത്ര നമ്മുടെ ഫുള്ള് റോഡിനാണല്ലോ അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റോഡ് കാണാം. ഓക്കെ, 2 seconds. ഓക്കെ, എല്ലാവരും റോഡ് കണ്ടല്ലോ അല്ലെ? കണ്ടോ? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ റോഡിനെ നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തുവാണെങ്കിൽ, ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മുടെ ലൈഫുമായിട്ട് റോഡിനെ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ആശയം എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന്, നമ്മുടെ ഈ റോഡ് കാണുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ഈ റോഡ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ആശയം മനസ്സിലേക്ക് വന്നു? ജീവിതം സുഖകരം മുന്നോട്ട് പോകുന്നു. ഏതാ സാറേ, ഒന്നുകൂടി പറയാം. ഒരു ലോങ് ജേർണിയാണ്. അതിന്റെ ഓരോ ഭാഗങ്ങളും കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. യെസ് യെസ്, ഒരു ലോങ് ജേർണിയാണ്. നമ്മൾ അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് കടന്നുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ് മാം. വേറെ ആരെങ്കിലും? ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുന്നു. ജീവിതം ഈ റോഡായതുകൊണ്ട് കുഴപ്പമില്ല, നല്ല റോഡാണ്. നമ്മുടെ കേരളത്തിലെ റോഡല്ല, അതുകൊണ്ട് ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോകും. ഈ റോഡ് കാണുമ്പോൾ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്ന പോലെ തോന്നും. വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും ഒന്ന് പറയണേ. ജീവിതത്തിലെ ഓരോ ഏതാണ് ഇപ്പൊ കുണ്ടും കുഴികളും എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ വരുന്ന ഉയർച്ച താഴ്ചകളൊക്കെ. വെരി ഗുഡ് സുലഹാബി. കുണ്ടും കുഴികളുണ്ട്, തടസ്സങ്ങളുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾക്കപ്പോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പാസ്റ്റ് എല്ലാം കഴിഞ്ഞു പോയി, ഫ്യൂച്ചറാണ് മുന്നിലുള്ളത്. വെരി ഗുഡ് വെരി ഗുഡ്. ഇറ്റ്സ് വെരി ഗ്രേറ്റ് പോയിന്റ്. ലൈക്ക് കടന്നു പോകുന്ന വഴികളെ കുറിച്ച് ആലോചിച്ച് അവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ല. പാസ്റ്റ് എന്തായാലും കടന്നു പോകും, അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ദാറ്റ്സ് ഓൾസോ വെരി ഗുഡ് പോയിന്റ്. വേറെ ആർക്കെങ്കിലും ഇല്ല? അപ്പൊ നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് റോഡ് എന്ന് പറയുമ്പോൾ എനിക്കും തോന്നിയത്. ഇതിനകത്ത് ഏറ്റവും ഒരു പോയിന്റ് കൂടി എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മളിപ്പോ ഈ റോഡ് നിങ്ങൾ കണ്ടു. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞ പോലെ തൃശ്ശൂർ മുതൽ പാലക്കാട് വരെയുള്ള റോഡെന്ന് വിചാരിച്ചു, സ്ട്രെയിറ്റ് റോഡാണ്. പക്ഷെ ഈ റോഡിന് ഒരു പ്രത്യേകത കണ്ടു. നമ്മൾ ആ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കണ്ണിന്റെ ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് മൊത്തം റോഡ് ഒരിക്കലും കാണാൻ പറ്റൂല. തൃശ്ശൂർ മുതൽ പാലക്കാട് വരെയുള്ള റോഡാണെങ്കിൽ ഈ തൃശ്ശൂർ മുതൽ പാലക്കാട് വരെയുള്ള റോഡിൽ എന്താണ്, എങ്ങനെയാണ്, അത് എങ്ങനെ ഇരിക്കും, ഇതൊന്നും കാണാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് എത്ര ദൂരം നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റും? 5 കിലോമീറ്റർ 3 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ കാണാൻ പറ്റും സാറേ. നമ്മൾ ഇവിടുന്ന് ഒരു കാറിൽ നോക്കി കഴിഞ്ഞാൽ 5 കിലോമീറ്റർ എങ്ങനെ കാണാം? നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്നത് ചിലപ്പോ അത്ര സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ പോലും ചിലപ്പോ ഒരു 1-2 കിലോമീറ്റർ ഒക്കെ കാണാൻ പറ്റും മാക്സിമം. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു രാത്രിയിലാണ് നമ്മൾ വണ്ടി ഓടിക്കണമെങ്കിൽ ആ രാത്രിയിൽ നമുക്ക് കാണാവുന്ന ദൂരം എന്ന് പറഞ്ഞാൽ
ഒരു 50 മീറ്റർ മുതൽ 100 മീറ്റർ വരെയാണ് നമുക്ക് മാക്സിമം കാണാൻ പറ്റുക. ഇനിയിപ്പോ പകലാണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ ഒരു 1 കിലോമീറ്റർ വരെയൊക്കെ റോഡ് മൊത്തം ഫ്രീ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ലൈഫ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒരു അടുത്ത സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ അടുത്തൊരു എൻഡ് പോയിന്റിലേക്കുള്ള ജേർണിയാണ്. അത് നമ്മുടെ ഒരു ഗോളിലേക്കുള്ള ലൈഫ് ആവാം, വേറെ എന്തെങ്കിലും ആവാം. അപ്പോൾ ഈ യാത്രയെ നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ യാത്രയിൽ പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് അറിയോ? ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കിതൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിത് ഇടയ്ക്ക് വെച്ചങ്ങ് നിർത്തും. ഒരു യാത്ര കുറച്ച് ബോറായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് നിർത്തിയിട്ട് ഒന്നില്ലെങ്കിൽ തിരിച്ചു പോരും, അല്ലെങ്കിൽ അവിടുന്ന് എവിടേക്കെങ്കിലും പോകും. അല്ലെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട് അയ്യോ ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്തില്ലോ, പക്ഷെ ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ പാതി വഴിക്ക് നമ്മൾ ഉപേക്ഷിച്ചു പോകും നമ്മുടെ യാത്രകളെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ പലരും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താത്തതിന്റെ റീസൺ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് എല്ലാവരോടും പറയാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാല്, ഇതിനകത്ത് എത്ര പേരുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഈ വണ്ണം കുറയ്ക്കുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, എല്ലാവർക്കും ആഗ്രഹമാണ് ഗെറ്റ് ഇൻ ടു ഷേപ്പ്. അപ്പൊ ഈ ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഒന്ന് നടന്നു തുടങ്ങും 4 ദിവസം, അതല്ലെങ്കിൽ ഡയറ്റ് നോക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യും. ഇതൊക്കെ കുറച്ച് ദിവസം ചെയ്യുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരാഴ്ച ഡയറ്റും വാക്കിങ്ങും ചെയ്താൽ നമ്മുടെ ബോഡി നല്ല പെർഫെക്റ്റ് ഷേപ്പിലാവുന്നതാണ്. ഇതാവാത്തത് കൊണ്ട് എന്ത് ചെയ്യും, പാതി വഴിയിൽ നമ്മൾ നമ്മുടെ യാത്ര ഉപേക്ഷിക്കും. അപ്പോ അതുപോലെ തന്നെ ഇപ്പം ബുക്ക് വായന ശീലമാക്കണം എന്ന് പറഞ്ഞ ഒരാള് 2 ദിവസം വായിക്കും, 3 ദിവസം വായിക്കും, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കും, അത് കഴിയുമ്പോൾ അത് നിർത്തും. അപ്പൊ നമ്മുടെ ഒരു സക്സസിനെ പലപ്പോഴും നമ്മൾ ഒരു ടാലന്റിനെ ഡിപ്പെൻഡ് ചെയ്ത്, അയ്യോ അയാൾക്ക് നല്ല കഴിവുണ്ട്, അയാൾ എന്ത് വിചാരിച്ചാലും നടക്കും, അല്ലെങ്കിൽ ഇയാൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഓവർ റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ സത്യത്തില് ഒരു വിജയം എന്ന് പറയുന്നത് ഒരാളുടെയും കുത്തകയല്ല എന്ന് മാത്രമല്ല, അത് ടാലന്റ് പ്രത്യേകിച്ച് വേണമെന്നില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടായാൽ മതി, ആ ടാലന്റ് അല്ല, അതൊരു റിച്വൽ ആണ്. എന്താണ് റിച്വൽ എന്ന് പറഞ്ഞാൽ? എന്താണ് ആ വേർഡ് അറിയാവുന്നവരെന്ന് പറയാം. എന്താണ് റിച്വൽസ് എന്ന് പറഞ്ഞാൽ? എന്താണ് റിച്വൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ റിച്വൽസ് എന്ന് കേട്ടിട്ടില്ല? ഓക്കെ, മന്ത്രാണോ? മന്ത്രം അല്ല, റിച്വൽ ആചാരങ്ങൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ആചാരങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഹാബിറ്റ്സ് എന്നൊക്കെ പറയാം. നമുക്ക് ഡെയിലി റിച്വൽസ് എന്ന് പറയില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഡെയിലി റിച്വൽ ആണ്. എന്താണ് നിങ്ങളുടെ ഡെയിലി റിച്വൽ? നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, നിങ്ങളുടെ ഗോൾ എഴുതുന്നു, താങ്ക്സ് നോട്ട് എഴുതുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു, ബി മാജിക്കിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഇതെന്താണ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ റിച്വൽ? നിങ്ങളുടെ മോർണിംഗ് റിച്വൽസ് ആണ്. മോർണിംഗ് റിച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോ ഇതൊന്നും ചെയ്യാത്ത ബി മാജിക്കൽ അല്ലാത്ത ഒരാളാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, നമ്മൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അതായത് നമ്മൾ എന്താണ് രാവിലെ ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മൾ റിച്വൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഓരോരുത്തരുടെയും ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റ്സ് ആണ്. ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. നിങ്ങൾ എത്രത്തോളം പേര് ഇതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആണെന്ന് നോക്കാം. എന്റെയും നിങ്ങളുടെ ഒക്കെ ലൈഫ് മാറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് റിസൾട്ടിലല്ല. ഒരിക്കലും റിസൾട്ടിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ സങ്കടപ്പെടുത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞ നമുക്ക് ഗോൾ വേണ്ടെന്നല്ല പറഞ്ഞു. വി ഹാവ് ടു ഹാവ് ഗോൾ. അത് നമ്മളെപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെ ഒരു ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന പോലെ. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ റിച്വൽസിലാണ്. റിച്വൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമുക്ക് വെയിറ്റ് ലോസ് ജേർണി തന്നെ എടുക്കാം. ഞാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിനാ പറഞ്ഞത്. ഒരാള് ഒരു വെയിറ്റ് ലോസ് ജേർണി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയാം എന്റെ ഫുഡ് കൺട്രോൾ ചെയ്യണം, ഡെയിലി ഞാൻ എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നറിയാം, ഞാൻ ഡെയിലി നടക്കണം, അല്ലെങ്കിൽ വാക്കിംഗ് എനിക്ക് ഇത്ര സമയത്ത് ഞാൻ വാക്ക് ചെയ്യണം. ഒരാള് നോക്കേണ്ടത്, അവൻ ശ്രദ്ധിക്കേണ്ടത് ഈ റിച്വൽസിലാണ്. ഇത് കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്റെ ഹാബിറ്റ് ആയിട്ട് മാറുകയും അതുപോലെ തന്നെ
ഇത് എന്നെ ഫ്യൂച്ചർ റിസൾട്ടിലേക്ക് വരും. ഞാനിത് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഈ പലപ്പോഴും നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ്സസിനൊക്കെ ആയിട്ടും അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് വഴക്ക് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മളാരും പറയില്ല, പക്ഷെ പുറമെയുള്ള ആൾക്കാർ പറയും നമ്മളൊരു മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാൻ പോയി ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയി പിറ്റേ ദിവസം വന്ന് കാര്യങ്ങൾ ചെയ്തു, പിന്നെ ആ മോട്ടിവേഷൻ ഇങ്ങനെ താഴേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ മോട്ടിവേഷൻ പിന്നെ നിലനിൽക്കുന്നില്ല. എല്ലാ ദിവസവും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആ ട്രെയിനർ നമ്മുടെ വീട്ടിൽ കൊണ്ട് നിർത്താൻ പറ്റില്ല. ഞാൻ വീട്ടിൽ കൊണ്ട് നിർത്തിയാൽ പോലും കുറച്ച് അയാൾ പറയുന്നത് നമുക്ക് ബോറായിട്ട് തോന്നും. കാരണം എന്താണ്? മോട്ടിവേഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഒരു കുറെ നാളത്തേക്ക് മോട്ടിവേഷൻ കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റൂല. നമ്മളൊന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, ഒന്ന് ചവിട്ടിയിടാനായിട്ട് മോട്ടിവേഷൻ പറ്റും. ഇപ്പൊ പുഴയിലേക്ക് നമ്മളൊന്ന് ചവിട്ടിയിടാൻ ചിലപ്പോൾ മോട്ടിവേഷൻ വരും. നമ്മൾ കുറെ നാളായിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കായിരിക്കും, ഇത് നീന്തണോ 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 നീന്തണോ, അക്കരെ എത്തണം, പക്ഷെ നീന്തണോ എന്നൊക്കെ നോക്കുമ്പോ ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ എടുത്ത് ചാടുമായിരിക്കും. എടുത്ത് ചാടിയത് കൊണ്ട് നിങ്ങൾ അപ്പുറത്തെത്തൂല. നിങ്ങൾ എന്ത് ചെയ്യണം? കരയെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നീന്തണം. അപ്പൊ ഈ ഈ കൈയെടുക്കുക എന്ന പ്രോസസ്സാണ് എന്താണ്? റിച്വൽ. അല്ലാണ്ട് അപ്പൊ അവിടെ മോട്ടിവേറ്റ് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി ചാവുള്ളൂ. അപ്പൊ അത് എന്താണെന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞ ഒരു ബിഗ് മൊമെന്റ് അല്ല. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുമ്പോഴാണ് നമുക്കത് റിസൾട്ട് വരുന്നത്. ഞാനത് പെട്ടെന്ന് പറയുമ്പോൾ, ഞാനും കുറച്ച് ഓവർ വെയിറ്റ് ഉള്ള ആളായിരുന്നു. അപ്പം എന്റെ ഒരു കേസൊക്കെ പറയുമ്പോൾ, ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 to 3 years ബാക്ക് ഞാൻ ജിമ്മിൽ പോവാണ്. ജിമ്മിൽ പോകുന്ന സമയത്ത് ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. കാര്യം ഞാൻ സ്ഥിരമായി ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുകയും മെമ്പർഷിപ്പ് എടുത്തിട്ട് പോവാതിരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് ഞാൻ പറയില്ലേ, നമ്മൾ വലിയൊരു സാമ്പത്തികം അങ്ങനെ ആയി വരുന്ന സമയമാണ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, കുറേ ജിമ്മിൽ എനിക്ക് തോന്നുന്നു ഈ എന്റെ പ്രദേശത്തുള്ള മിക്കവാറും ജിമ്മുകളിൽ ഞാൻ കൊണ്ടുപോയി അഡ്വാൻസ് പൈസ കൊടുത്തിട്ടുണ്ട്. 4 ദിവസം പോകും, പിന്നെ പോവില്ല. അപ്പൊ ഞാനൊരു 2 വർഷം മുമ്പാന്ന് തോന്നുന്നു ഞാൻ ജിമ്മിൽ പോയപ്പോ ഞാനൊരു കാര്യം തീരുമാനിച്ചു. പേഴ്സണൽ കോച്ചിങ് 4500 രൂപയാണ്. ഒരാൾ നമ്മുടെ കൂടെ നിന്ന് ചെയ്യാൻ 4500 രൂപയാണ്. ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഞാൻ ആ പൈസ അങ്ങ് കൊടുക്കും. 4500 രൂപ അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നതുകൊണ്ടല്ല ഏറ്റവും വലിയ ഗുണം ഉണ്ടോ. കാര്യം ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനോടൊപ്പം തന്നെ ഞാനാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റഡ് ആവുന്നത്. അപ്പൊ ഞാൻ പൈസ കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു, ദിസ് ഈസ് ദി ഇൻവെസ്റ്റ്മെന്റ് ഐ ആം ഗോയിങ് ടു ഡു ഇൻ മൈ ലൈഫ്. 4500 രൂപ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് എമൗണ്ട്. അത് എന്റെ ലൈഫിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആൻഡ് എനിക്ക് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും. ഞാൻ ഇത് കൊടുത്ത് അവിടെ ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് എന്റെ ഹെൽത്തിന്റെ അവസ്ഥ മനസ്സിലായത്. അയാൾ എന്നോട് ജമ്പിങ് ജാക്സ് ചെയ്യാൻ പറയുമോ, അല്ലെങ്കിൽ മീൻസ് ചെറിയ എക്സസൈസുകളൊക്കെ, വെയിറ്റ് എടുക്കുന്നല്ല, ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അണയ്ക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ജിമ്മിൽ ഡിസ്കസ് ചെയ്യും. ഞാൻ ഈ മൗണ്ടൻ ക്ലൈംബിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ്, കുനിഞ്ഞു നിന്നിട്ട് കാലിങ്ങനെ ഫ്രണ്ടോട്ട് മുന്നോട്ട് ആക്കുന്നത്. എന്നോട് അത് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് 2 പോലും ചെയ്യാൻ പറ്റില്ല. ഞാൻ ശ്വാസം കിട്ടാതെ ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട്, ആ സമയത്ത് എനിക്ക് ഏകദേശം 100 കിലോ വെയിറ്റിന്റെ അടുത്തുണ്ട്. ഞാൻ ആ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, ചെയ്യാണ്ട് നിർത്തിയില്ല, അത് നിങ്ങൾക്ക് അത്രയും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു കസേരയുടെ മുകളിൽ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി പൊക്കമുള്ള സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് പതിയെ ഞാൻ ഡെയിലി പോയി ഇങ്ങനെ ആയി. പിന്നെ ഈ പറഞ്ഞ മൗണ്ടൻ ക്ലൈംബിംഗ് 100 200 ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ജമ്പിങ് ജാക്സ് ഒക്കെ 100 ഒറ്റയടിക്ക് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് ഞാൻ മാറി. ഞാൻ പറഞ്ഞു വെച്ചാൽ, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ കുഡിന്റ് ഈവൻ ഡു 1 rep. അതുപോലെ വെയിറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്റെ ലൈഫിൽ ഞാൻ വെയിറ്റ് എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ചെറിയൊരു വെയിറ്റ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പെയിൻഫുൾ ആയിരുന്നു. അത് ഞാൻ പറഞ്ഞത്, ജിമ്മിൽ പോകുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാം, നിങ്ങൾ ആ വേദന സഹിക്കാൻ പറ്റില്ലെങ്കിൽ പോവരുത് എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ വേദന സഹിച്ചാൽ നിങ്ങളുടെ ബോഡി ഷേപ്പ് ആണെന്ന് മാത്രമേ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഡിഫറൻസ് വരും. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ആ ഒരു റിച്വൽ ഞാൻ ആക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എന്റെ ലൈഫിൽ മാറുന്നത്. എല്ലാ ദിവസവും ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പൈസ കൊടുത്തത്. അതുകൊണ്ടാണ്. കാര്യം 700 രൂപ കൊടുക്കാനുള്ളെങ്കിൽ ഞാൻ വിചാരിക്കും 700 രൂപ പോകട്ടെ, ഇപ്പൊ പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പിന്നെ എന്നെ നോക്കാൻ അവിടെ ആളില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്നുള്ളതിനെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാര്യം എന്റെ അത്രയും മോട്ടിവേഷൻ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരാൾ ചേട്ടാ ചെയ്താ 50 20 എന്ന് ചോദിച്ച്
ഇത്ര വെയിറ്റ് പോരാ, കൂട്ടി വെയിറ്റ് അടിക്കി എന്നൊക്കെ പറയാൻ ഒരാളുള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ എന്താ പറയാ കൃത്യമായിട്ട് ചെയ്യുന്നത്. സൈമൺ സിനക്കിന്റെ ഏറ്റവും ഒരു നല്ലൊരു കോട്ട് ഇതാണ്, ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇന്റൻസിറ്റി, ഇറ്റ്സ് അബൌട്ട് കൺസിസ്റ്റൻസി. ഇപ്പൊ നിങ്ങൾ ജിം ഇതുപോലൊക്കെ ഒരു മസിലൊക്കെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണം എനിക്ക് പെട്ടെന്ന് മസിൽ വരണം, എനിക്ക് പെട്ടെന്ന് റെഡി ആവണം, ഞാൻ എത്ര വർക്കൗട്ട് ചെയ്യാൻ റെഡിയാണ്, ഞാൻ ജോലി റിസൈൻ ചെയ്തിരിക്കണം, ഡെയിലി 6 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും, ഒരാഴ്ച കൊണ്ട് എനിക്ക് ഇത്രയും ഫിസിക്ക് വേണം. വരുമോ? വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ ഒരാഴ്ച കൊണ്ട് ഒരു 24 മണിക്കൂറും വർക്കൗട്ട് ചെയ്യാൻ റെഡിയാണ്. ഒരാഴ്ച കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച വെയിറ്റ് കുറയോ? കുറയില്ല. നമ്മള് ചത്തു പോകുന്നല്ലാതെ വെയിറ്റ് കുറയൂല. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇറ്റ്സ് നോട്ട് ഇന്റൻസിറ്റി, ഇറ്റ്സ് കൺസിസ്റ്റൻസി. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം നിങ്ങൾ ഇപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ്? അതിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു റിച്വൽ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു റിച്വൽ എന്താണെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ഞാൻ നിങ്ങളെ ഒരു ക്വിക്കായിട്ട് നമ്മൾ നേരത്തെ ചെയ്താറുള്ള പോലെ 32 പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ഒരാള് എല്ലാവരുടെയും മോർണിംഗ് റിച്വൽ എന്താണ്, അത് നിങ്ങൾ ചെയ്യുന്നതോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടൊരു കാര്യം. അതായത് എന്റെ സക്സസ് ഇതാണ്, എന്റെ വെയിറ്റ് ലോസ് ആണ് എന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇത്രയും ബുക്സ് വായിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഡെയിലി ബുക്ക് വായിക്കും. ഒരു കുട്ടി 5 അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ ഒരു 5 പേജ് വെച്ച് വായിച്ചാൽ പോലും നമുക്ക് ഒരു 6 ബുക്സ് വായിച്ചു തീർക്കാൻ പറ്റും ഒരു വർഷം. അത് ഡെയിലി കുറച്ച് പേജസ് കൂട്ടി വായിക്കുകയാണെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഏകദേശം എല്ലാവരും ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് ആക്കുന്നുണ്ട്. പെട്ടെന്ന്, ഇത് അധികം സമയം തരൂല, നിങ്ങൾ എല്ലാവരോടും ചോദിക്കുക. ഒരു ലീഡറും ഓരോരുത്തരും എന്താണ് നിങ്ങളുടെ മോർണിംഗ് റിച്വൽസ് എന്ന് ഇപ്പൊ തന്നെ, ഞാനിത് എന്തിനാ പെട്ടെന്ന് ചെയ്യുന്നത് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് ഇവിടുന്ന് പോകും. സോ ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ, വേഗം ജോയിൻ ചെയ്തോ. നിങ്ങളുടെ സ്ക്രീനിൽ ഒരു സാധനം വരും, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഉറങ്ങണവർക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആരൊക്കെ ഉറങ്ങണമെന്ന് അറിയാൻ പറ്റും. പെട്ടെന്ന് ഞാനൊക്കെ പോകാനുണ്ട്. സലഹു പോകുന്നില്ലേ? സുലഹബി പോകുന്നില്ലേ? ജസ്റ്റ് ജോയിൻ ചെയ്യുന്നില്ലേ? ദീപ, അഫ്സീന, സരീഫ, യെസ് ആരാണ്? യെസ് രഞ്ജിത്ത് അവിടെ ഉണ്ടോ? പുതിയ ആളാണല്ലേ? നിങ്ങളുടെ സ്ക്രീനില് ഒന്നും കൂടി ചെയ്യാം. സ്ക്രീനില് നിങ്ങൾക്ക് ഒരു ഇത് വരും. അപ്പൊ അതൊന്ന് അതുമ്മ ക്ലിക്ക് ചെയ്താൽ മതിയെ. ഒന്ന് ക്ലിക്ക് ചെയ്യാവോ? അപ്പൊ പോകാൻ പറ്റും. ദീപ ഇവിടെ ഉണ്ടോ? ഹഫ്സീന ഇല്ല. സരീഫ പിന്നെ ഇപ്പൊ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ഉറങ്ങണേ? രഞ്ജിത്തും ഇല്ല.
ഹായ്, എല്ലാവരും തിരിച്ചു വന്നാ? Yes, sir. ഓക്കെ സാർ, വെരി ഗുഡ്. തിരിച്ചു വന്നു. ഓക്കെ, ആരാണ് ആദ്യം പറഞ്ഞത് ഗ്രൂപ്പിൽ നിന്ന്? ജസ്റ്റ് നിങ്ങളുടെ റിച്വൽ എന്തായിരുന്നു, നിങ്ങൾ എന്താ ഡിസ്കസ് ചെയ്തത്? പെട്ടെന്ന് 11 നമുക്ക് അധികം സമയമില്ല, ഒരെണ്ണം പെട്ടെന്ന് ഞാൻ പറയാം സാർ. പറഞ്ഞോളൂ. മണി സാർ പറഞ്ഞോളൂ. സാർ, നമ്മളത് റിച്വൽസ് എല്ലാവരും പറഞ്ഞത്, നമ്മൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. ജെസ്സി മാം ഉണ്ടായിരുന്നു, പ്രീത മാം ഉണ്ടായിരുന്നു, ബീന സുനിൽ മാം ഉണ്ടായിരുന്നു, അതുപോലെ ഞാനും പിന്നെ സനീഷ് സാർ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം നോക്കുമ്പോൾ ബിമാജിക് കൾച്ചർ അതിൽ പറഞ്ഞ എക്സസൈസ് കാര്യങ്ങളിൽ കൂടുതൽ ഫോളോ ചെയ്യാന്നുള്ള രീതിയിലുണ്ട്. എക്സസൈസ്, റീഡിങ്, മെഡിറ്റേഷൻ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പ്രീത മാം പറഞ്ഞ മാതിരി അവർക്ക് വെയിറ്റ് ലോസും ഫാഷൻ ഡിസൈനിങ്ങിനെ പറ്റിയിട്ടാണ്. ജെസ്സി മാമിന്റെ കാര്യം അത് അവരുടെ റീഡിങ്ങിനെ പറ്റിയിട്ടാണ്. ഡെയിലി ഒന്നും കൂടി ഇമ്പ്രൂവ്മെന്റ് വരുത്താനും ഉള്ള കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. അതുപോലെ തന്നെ സനീഷ് സാറ് ബിമാജിക്കിന്റെ കാര്യം തന്നെയാണ് ബീന മാം ഒക്കെ പറഞ്ഞത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ എക്സസൈസും അതുപോലെ റീഡിങ്ങും അതൊരു ദിനചര്യയായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ, റിച്വലായിട്ട് മുന്നോട്ട് പോകാനാണ്. ബിമാജിക് കൾച്ചർ ഫോളോ ചെയ്താൽ തന്നെ ഒരുവിധം എല്ലാം കിട്ടുന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. എന്റെ കാര്യം അങ്ങനെ തന്നെ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സാർ. അടുത്ത ഗ്രൂപ്പ് പെട്ടെന്ന് പറയാമോ? എന്റെ ഗ്രൂപ്പിൽ 4 പേരുണ്ടായിരുന്നു. കീർത്തന, ഷൈനി മാം, അഖില, ഞങ്ങൾ 4 ആള്. ഇതന്നെ പറഞ്ഞേ, രാവിലത്തെ നമ്മളെ ബിമാജിക്കിന്റെ കൾച്ചേഴ്സ് ഫോളോ ചെയ്യുന്നതും, പിന്നെ ഒരാൾക്ക് തലവേദന ഉള്ളത് കൊണ്ട് രാവിലെ തന്നെ നീറ്റ വഴിക്ക് മെഡിറ്റേഷൻ ഒരുപാട് കേൾക്കാറുണ്ട് അത്ര യൂട്യൂബിൽ നിന്ന്. പിന്നെ അഖില മാമിനാണ് ഇടയ്ക്കൊന്ന് മിസ്സാവാറുണ്ട് ക്ലാസ്സുകൾ. ബാക്കി എല്ലാവരും ഡെയിലി റൊട്ടീന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ബിമാജിക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത ഗ്രൂപ്പിൽ നിന്ന് പെട്ടെന്ന് പറയാമോ? എന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ബഷീർ സാർ പറഞ്ഞോട്ടെ. പേരുണ്ടായിരുന്നു. എല്ലാവരും ബിമാജിക് കൾച്ചറാണ് പാലിക്കുന്നത്. എല്ലാവരും പുസ്തക വായന, ഭക്ഷണ ക്രമീകരണത്തിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. വെരി ഗുഡ്. താങ്ക് യു ബഷീർ സാർ. അടുത്ത ഗ്രൂപ്പ് ആരാണ്? എന്റെ ഗ്രൂപ്പിൽ നിന്ന് ഉള്ള മോസ്റ്റ്ലി എല്ലാവരും ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് പറഞ്ഞത്. ഒരാള് അഭിമന്യു എന്ന വ്യക്തി പറഞ്ഞത് റീഡിങ് കുറച്ച് കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഹെൽത്തുമായി ബന്ധപ്പെട്ട് എക്സസൈസ് ഒന്ന് വർദ്ധിപ്പിക്കണം, പിന്നെ ഭക്ഷണ ക്രമീകരണം. പിന്നെ ശ്രീഷ്ണ മാം പറഞ്ഞത് 8 മണിക്ക് ശേഷം ഫുഡ് കഴിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്, ഡിന്നർ. അതിന് മുന്നേ തന്നെ ഭക്ഷണം കഴിച്ച് ഹെൽത്തിനെ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. നിങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തു. ബിമാജിക് ഫോളോ ചെയ്യുന്നുണ്ട്, കുറെ കൂടി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കേസ് വെച്ചാല്, ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കാം, ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത രീതി ഇത് തന്നെയാണോ, അതോ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇത് തന്നെയാണോ? ഞാൻ പറഞ്ഞപ്പോ നമ്മൾ മോർണിംഗിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതല്ലാതെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മെച്ചപ്പെടുത്തണോ? അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ഒരു പാട്ട് പാടണോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും നേടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഒരു റിച്വൽ കൂടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഇത് കൾച്ചറിലേക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ വെയിറ്റ് ലോസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഈ അടുത്ത് കേട്ട ഒരു വീഡിയോ ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും വെയിറ്റ് ലോസ് എനിക്ക് ചെയ്യാനുണ്ട്. മസിൽസ് ഒക്കെ പക്ഷെ ഇനി വെയിറ്റ് ലോസ് ചെയ്യണം. അപ്പൊ അതിന് ഞാൻ പറഞ്ഞില്ല, നമ്മളും ഈ റിച്വലൊന്നും വലിയ കാര്യമായിട്ടില്ല. അപ്പൊ ഞാൻ ഈ അടുത്ത് കേട്ട ഒരു ക്ലാസ്സിൽ തന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തൊരു കാര്യം വെച്ചാൽ ഐ തിങ്ക് ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ പറഞ്ഞു വെച്ചാൽ ഒരു മിനിമം നിങ്ങളൊരു ഡെയിലി ഒരു 10,000 അല്ല, അവർ പറഞ്ഞത് 12,000 to ഒരു 15,000 സ്റ്റെപ്സ് കവർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നടക്കായിട്ടും ഓടായിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെ ഒരു ജാപ്പനീസ് ഒരു വാക്കിംഗ് രീതിയുണ്ട്. അതായത് 3 മിനിറ്റ് സ്പീഡിൽ നടക്കുക, അത് കഴിഞ്ഞ് 3 മിനിറ്റ് സ്ലോ ആയിട്ട് നടക്കുക, പിന്നെ 3 മിനിറ്റ്, അങ്ങനത്തെ ഒരു 30 മിനിറ്റ്സ് ചെയ്താലും ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ എന്ന് പറയുന്നു.
അപ്പൊ ഞാൻ അത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു. എനിക്കതൊരു ക്ലാസ്സിന്റെ ഒരു ഇൻസൈറ്റ് ആണ് ഐ വാസ് ഡൂയിങ്. അപ്പൊ എനിക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ചിലപ്പോ സമയം കിട്ടാതെ വരും. എങ്ങനെയെങ്കിലും അത് ഓടിച്ചെത്തിക്കാൻ നോക്കും. എന്ന് വെച്ചപ്പോ പകലിപ്പോ നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വൈകിട്ട് 9 മണിക്കോ 9:30 ഒക്കെ പോയിട്ട് 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നടന്ന് കയറിയിരുന്നു. കാരണം എന്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, അതായത് ഈ 10,000 സ്റ്റെപ്സ് കവർ ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ എന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ ഇരുന്നുള്ള ജോലികൾ ഞാൻ മാക്സിമം കുറച്ചു. അതായത് കുറച്ചു നേരം കമ്പ്യൂട്ടറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നടന്നു പോയിട്ട് ആളുകളെ കാണാൻ, മീറ്റ് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ എന്റെ മനസ്സിൽ എന്താണ്, എന്റെ കൗണ്ട്സ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാല് ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് ഞാൻ ഇതുവരെ ചെയ്യാതിരുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ 10,000 അല്ലെങ്കിൽ 15,000 സ്റ്റെപ്സ് കവർ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിന് ഞാൻ എന്റെ ആപ്പ് ഉണ്ട്. ഇപ്പം ഗൂഗിളിലാണെങ്കിൽ ഗൂഗിൾ ഫിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്പ്. നിങ്ങൾ എങ്ങനെ നടന്നു കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കൗണ്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു റിസൾട്ട് തരും. നിങ്ങൾ 10,000 സ്റ്റെപ്സ് കവർ ചെയ്തോ, അത് എത്ര സ്റ്റെപ്സ് ആയെന്നൊക്കെ അറിയാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾ വെയിറ്റ് കുറവുള്ള ആൾക്കാരാണെങ്കിലും സമയം ഉണ്ടെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 10,000 സ്റ്റെപ്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഞ്ചിവിറ്റി കൂടും എന്ന് പറയുന്നത്. അസുഖങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറയും. നിങ്ങളുടെ ലൈഫ് സ്പാൻ ആയിട്ട് ഭയങ്കരമായിട്ട് കൂടും. മിനിമം ഒരു 10,000 സ്റ്റെപ്സ് എങ്കിലും കവർ ചെയ്താൽ അത് കുറെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നതാണ്. അപ്പൊ അത് കൗണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താ പറയാ, ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അത് ഫ്രീ ആണ്. നിങ്ങൾ അത് ഓൺ ചെയ്തിട്ട് നടന്നാൽ മതി. അപ്പൊ നിങ്ങളെ മൊബൈൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും. പിന്നെ ഞാൻ ഡെയിലി രാവിലെ ജിം ഒരിക്കലും മുടക്കാറില്ല. 99% ദിവസങ്ങളിലും ജിമ്മിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പോകും. അതുപോലെ തന്നെ ഈ നടത്തം ചെയ്തു. പിന്നെ ഞാൻ ഫുഡിൽ ചെയ്തു. ഞാൻ കൂടുതലും എന്റെ ഒരു നെഗറ്റീവ് ഹാബിറ്റ് എന്തായിരുന്നു വെച്ചാൽ നമ്മൾ ഫുഡ് മാക്സിമം സ്കിപ്പ് ചെയ്യും. അപ്പൊ പറ്റിയാതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അങ്ങനെ വിശ്വസിച്ചിരുന്നതാണ്, സ്കിപ്പ് ചെയ്താൽ നല്ലതാണ്. പക്ഷെ സ്കിപ്പ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, നമ്മളിത് കൂടുതലും ഈ കാപ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. നമ്മൾ പട്ടിണി കിടന്ന് വരുന്ന സമയത്ത് വീട്ടില് ചിപ്സ് ആണ് തുറന്നു വെച്ചിരിക്കുന്നത്, ആ പാക്കറ്റ് മൊത്തം തിന്നും. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കാത്തതിന്റെ എന്റെ ഒരു ഹാബിറ്റൽ പ്രശ്നമായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാത്തതിന്റെ പ്രശ്നം മൊത്തം നമ്മൾ ഈ ചിപ്സിൽ അങ്ങ് തീർക്കും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാരി തിന്നും. കാര്യം വിശന്ന് വലഞ്ഞ വരുന്നു. അപ്പൊ ഈ വീഡിയോ തന്നെ കിട്ടിയ ഒരു ഇൻസൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കുക. പ്രോട്ടീൻ കൂടുതൽ, നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ചുള്ള പ്രോട്ടീൻ നിങ്ങൾ എടുക്കുക. അപ്പൊ ഞാൻ കണ്ടതെന്ന് വെച്ചാല് ഞാൻ എടുക്കുന്ന ഫുഡിന്റെ അളവ് കൂടി, പക്ഷെ ക്രേവിങ് കുറഞ്ഞു. അതായത് നമ്മൾ പട്ടിണി കിടന്നിട്ട് വൈകുന്നേരം വരുമ്പോൾ കണ്ണി കണ്ടതൊക്കെ വാരി തിരണതിന് പകരം നമ്മൾ ഉച്ചയ്ക്ക് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള എഗ്ഗോ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ മട്ടനോ വട്ടവർ ഇറ്റ് മേ ബി ഞാൻ അത് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിക്കനൊക്കെ കഴിച്ച് എനിക്ക് വൈകുന്നേരം അത്ര വിശപ്പില്ല. അപ്പൊ ഞാൻ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വലിച്ചു വാരി തിന്നുന്ന ഒരു ഹാബിറ്റ് മാറിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ, ഞാനിതൊരു വെയിറ്റ് ലോസ് ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞോളൂ, എന്ത് ഹാബിറ്റ് ആണ് വേണ്ടത്? ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആള് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം, അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ തുടങ്ങി നോക്കണം, ഏത് നല്ല ബിസിനസ് എന്ന് ആലോചിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ, ഒരു 30 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ചെയ്യാം. ഞാനിത് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് ഹാബിറ്റ്, ഇപ്പൊ റീഡിങ് ഹാബിറ്റ് നിങ്ങൾക്ക് തുടങ്ങണം, ഒരു പ്രാവശ്യം പറഞ്ഞാണ്, എന്നാലും ഒരിക്കൽ കൂടെ പറയുന്നു, എല്ലാ ദിവസവും നിങ്ങൾ ഒരു സ്പേസ് കണ്ടെത്തി അവിടെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. വൺ ഓഫ് ദ ബെസ്റ്റ് ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ആരോഗ്യവും അറിവും വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടിപ്പാണ്. ഞാൻ അപ്ലൈ ചെയ്ത് ഭയങ്കര സക്സസ് ആയി. അത് ഓഡിയോ ബുക്സ് ആണ്. ഓഡിയോ ബുക്ക് നിങ്ങൾ ഇന്ന് ബൈ ഗോഡ്സ് ഗ്രേസ് നമ്മൾ ഏറ്റവും നല്ല ഇറയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബുക്കും നിങ്ങൾക്ക് ചെവിട്ടിൽ പറഞ്ഞു തരാനായിട്ട് ആൾക്കാരുണ്ട്. അപ്പൊ എന്താ ചെയ്യുക? ഇപ്പം മലയാളം ബുക്സ് ആണ് വായിക്കാൻ താല്പര്യം. എനിക്ക് തോന്നുന്നു കുക്കു FM ആണെന്ന് തോന്നുന്നു കൂടുതലും നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ തരുന്നത്. അല്ലെങ്കിൽ ഓഡിയബിൾ ഉണ്ട് ആമസോണിന്റെ. ഇതിലൊക്കെ പൈസ കൊടുക്കണം, ചെറിയൊരു പൈസ സബ്സ്ക്രിപ്ഷൻ ഫീസ് ഉണ്ട്. പക്ഷെ കൊടുത്താൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ഹെഡ്സെറ്റും വെച്ച് ഈ ബുക്ക് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ നടക്കുമ്പോൾ മിക്കവാറും ഒരു ആവറേജ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ വായിക്കാനിരുന്ന ചിലപ്പോൾ 4 ദിവസം എത്തിയാലും തീരും, 4 മാസം എത്തിയാലും തീരൂല. പക്ഷെ ഓഡിയോ ബുക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ തോട്ട് ഇടയ്ക്ക് മാറിപ്പോയാൽ പോലും ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടി. അപ്പൊ എന്താണ്, നമുക്ക് ആ ആശയത്തിൽ നമുക്ക് പോവുകയില്ല, നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ദ ഫാസ്റ്റ് ലൈൻ മില്യനെയർ എന്ന് പറഞ്ഞ ബുക്ക് വാങ്ങിയെങ്കിൽ ഞാൻ ചിലപ്പോൾ വായിക്കില്ലായിരുന്നു. ഞാൻ ഓഡിയബിളിലാണ് ആ ബുക്ക് കേൾക്കുന്നത്. ഏകദേശം 16 മണിക്കൂറുണ്ട് എന്നുവെച്ചാൽ ഓഡിയോ 16 മണിക്കൂറുണ്ട്. ഇനി എനിക്ക് 2 മണിക്കൂറും കൂടി കവർ ചെയ്യാനുള്ളൂ. അതെന്റെ 2 നടത്തത്തിൽ തീരും. എന്ന് വെച്ചാല് ആ ബുക്കിന്റെ മൊത്തം ആശയം എന്റെ മനസ്സിലേക്ക് കയറി
ഞാൻ വായിക്കാനാണ് ഞാൻ ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആവും, ഞാൻ അങ്ങോട്ട് പോയിട്ടു. അപ്പൊ ഞാൻ കണ്ടെത്തിയ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാല് എന്തായാലും എനിക്ക് എന്റെ 10,000 15 സ്റ്റെപ്സ് എത്തിക്കണം. അപ്പോ ഹെഡ്സെറ്റ് വയ്ക്കുക, പോക്കറ്റിൽ മൊബൈൽ ഇടാം, നടക്കാം. അപ്പൊ നടക്കുമ്പോൾ ഈ നമ്മള് രാത്രിയിലോ രാവിലെയോ നടക്കണമെങ്കിൽ ആൾക്കാർ കാണാനുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ബുക്സ് നമ്മുടെ കവർ ചെയ്യാനും ചെയ്യും, നമ്മുടെ അറിവും കൂടും, ആരോഗ്യം കൂടും. ഒന്ന് ആലോചിക്കുക, വാട്ട് എ ബ്യൂട്ടിഫുൾ ഐഡിയ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. നമ്മളല്ലാതെ ഒരു ബുക്കൊക്കെ വാങ്ങി വായിക്കാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പിള്ളേര് വന്ന് ഞോണ്ടാൻ നിൽക്കും, അതല്ലെങ്കിൽ മൊബൈലിൽ ഏതെങ്കിലും ഒരു കോള് വരും, അല്ലെങ്കിൽ വീട്ടില് പ്രായമുള്ള ആൾക്കാരൊക്കെ മീൻസ് ഇതൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റ് കാണാൻ വരും. ഇത് ഒരാളുടെയും ശല്യം, ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാം. ആരെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ നടക്കാൻ പോയിക്കാണ് തിരിച്ചു വരാൻ ഒറ്റ ഹെഡ്സെറ്റ് വേണേ, കാര്യം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റോഡിൽ കൂടെ കേട്ടോണ്ടിരിക്കാൻ പോയിരിക്കും. സോ ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല, എനിക്ക് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാല് റിച്വൽ, അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ റിസൾട്ടിൽ അധികം ഫോക്കസ് ചെയ്യാതെ അതിനു വേണ്ടിയുള്ള സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യാം. എവറി ലോങ് ജേർണി സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പ് വെക്കുന്നതോടെ നമ്മൾ മുന്നോട്ട് പോകും. ആ റോഡ് മുന്നോട്ട് പോണ സമയത്ത് ചിലപ്പോൾ റോഡ് ബ്ലോക്സ് ഉണ്ടാവും, ചിലപ്പോൾ ചില സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് മനോഹരമായ ഒരു കാഴ്ച കാണും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഒരിക്കലും എത്തൂല. ചില സ്ഥലത്ത് പ്രശ്നങ്ങളായിരിക്കും, അവിടെയും നമ്മൾ നിൽക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചിന്തയാണ് ഈ റോഡ് നമുക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീക്ക് വരാം. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു ഗോപി. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സോ ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് സാർ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എനിവേ ടീം മെമ്പേഴ്സ്, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കിംഗ് ടൈമാണ്. സോ നമുക്ക് ടൈം ഒരു 8 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കാവോ? മാജിക് മോർണിംഗ് സർ. നല്ലൊരു അനുഭവമായിരുന്നു ഇന്നത്തെ ക്ലാസ്. പ്രത്യേകിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ റൂം ഉണ്ടാക്കാറുണ്ടല്ലോ, പക്ഷേ സാർ മാത്രമാണ് ഇങ്ങനെ റൂം ഉണ്ടാക്കിയിട്ട് സംസാരിപ്പിക്കുന്നത്. മറ്റ് ട്രെയിനർമാർ ഇപ്പം ചെയ്തിട്ടില്ല. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങളൊരു 4 ആളുകൾ സംസാരിച്ചിരുന്നു. എല്ലാവരും റുട്ടീൻസ് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, ദിനചര്യ എല്ലാവർക്കും ഉള്ളതാണ്. ബിമാജിക്കിൽ വരുന്നവർക്കൊക്കെ ദിനചര്യ ഉണ്ട്. അതൊരു ഗോള് സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ദിനചര്യ ചെയ്യുന്നവർ. ഇപ്പോ സലാഹു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അതുപോലെ തന്നെ അതില് ഒരാള് പറഞ്ഞത് കൃത്യമായ ഭക്ഷണ രീതി. ജാസ്മിൻ, കൃത്യമായ ഭക്ഷണ രീതി, ആ ഹെൽത്ത് ലക്ഷ്യം വെച്ചിട്ടുള്ള പോക്കാണ്. അപ്പൊ ഓരോ ലക്ഷ്യം വെച്ചിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി റുട്ടീൻസ് പാലിക്കുന്നവർ, അത് നല്ലൊരു അനുഭവമാണ്. ഇങ്ങനെ നല്ല കുറെ അറിവുകൾ ലഭിച്ചു. താങ്ക് യു. ബുക്കുമല്ല, ബുക്ക് ഒരുപാട് ബുക്ക് ഉണ്ട്. ഈ ബുക്ക് FM മാത്രമല്ല, ഒരുപാട് ബുക്ക് ഉണ്ട്. ഈ ബുക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. മോസ്റ്റൻ സാർ പറഞ്ഞ പോലെ ചെറിയൊരു പൈസ അടക്കണം, കേൾക്കാൻ നല്ല രസമാണ്. ആ ഒരു സംഭാഷണ രീതി നല്ല രസമാണ് കേൾക്കാൻ. താങ്ക് യു. താങ്ക് യു റിസർച്ച് സർ. ഓസ്റ്റിൻ സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. ഇപ്പോഴേ ഞാൻ റിച്വൽസ് കുറച്ച് ഒരു നന്നായിട്ട് സെറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ സാർ പറഞ്ഞ പോലെ ആക്ഷൻസിലേക്കാണ് കുറച്ചൊക്കെ അതിലേക്ക് ഡെയിലി അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ ചില ദിവസങ്ങളിലൊന്നും അത് ഇംപ്ലിമെന്റ് ആകുന്നില്ല. അപ്പോഴൊരു ചെറിയൊരു മൂഡ് ഓഫ് ആയി പോകുന്നു. ചിലപ്പോൾ സാഹചര്യങ്ങളാവാം, ചിലപ്പം മടിയല്ല, പക്ഷെ എന്തൊക്കെയോ സറൗണ്ടിങ്സ് ഇങ്ങനെ വന്നു പോകുന്നതാണ്. അപ്പോഴങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പം ഒരു ഡൗൺ ആയി പോകുന്നുണ്ട്. അതൊന്ന് നമ്മളൊന്ന് ഇവിടെ റെഡി ആവാനായിട്ട് എന്ത് ചെയ്യണം സർ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തായിരുന്നു, നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. ബുക്ക് റീഡിങ്ങിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ സ്ലോ ആണ് ഈ സംഭവം. പക്ഷെ ഇങ്ങനൊരു റീഡിങ് മെറ്റീരിയൽസ് പരിചയപ്പെടാൻ കഴിയുന്ന സന്തോഷം ഞാൻ
കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകം ഇങ്ങനെ കേൾക്കാനിടയായി. വളരെയധികം ഇൻസ്പയർ ആയി. പെട്ടെന്ന് നമുക്കത് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ ഇംഗ്ലീഷിലുള്ള ആ ഒരു ഓഡിയോ ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും അതിനോട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ക്രിസ്ത്യൻ സർ. നല്ല ക്ലാസ് ആയിരുന്നു. ഹാബിറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് സത്യം. നമ്മൾക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് എന്താ പറയാ അതിന്റെ ഇന്റൻസിറ്റി വർദ്ധിക്കുന്നത്, നമ്മളുടെ നോളജിന്റെ ഇന്റൻസിറ്റി വർദ്ധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായ ഒരു അപ്ഡേഷൻ വേണം എന്നുള്ളതാണ് സത്യം. അപ്പോ നന്നായിട്ടുണ്ട്, നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് സ്റ്റെപ്സ് എടുക്കുന്നതോടുകൂടി വാക്കിങ്ങിന്റെ കൂടെ തന്നെ കേൾക്കുന്ന പറയുമ്പോൾ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കഴിയും. പിന്നെ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും അല്ലേ സർ? യെസ് യെസ്, നടക്കാൻ ഭയങ്കര താല്പര്യം തോന്നും. നമ്മുടെ മനസ്സിൽ അതെ അതെ അതെ. നമുക്ക് ഇത്രയും ബുക്സ് ഇപ്പൊ ഞാൻ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. 16 മണിക്കൂറുണ്ടായ സാധനമാണ്. ഇനിയിപ്പം എൻ്റെ നിസ്സാര മണിക്കൂറുകളുള്ളൂ. അപ്പൊ എനിക്ക് തന്നെ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ഫീലാണ്. ഞാനത് ആ ബുക്ക് മേടിച്ച് വായിക്കായിരുന്നു, ചിലപ്പോ അത് 4 പേജ് പോലും വായിക്കില്ലായിരുന്നു. സോ ഇറ്റ്സ് ഹാപ്പൻ. സർ ഞാനത് ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഞാൻ വാക്കിങ്ങിൽ ബുക്ക് ഉപയോഗിക്കാറുണ്ട്. ആ വാക്കിങ്ങിന്റെ ഇതും തോന്നില്ല. നമ്മൾ കംപ്ലീറ്റ് ആ ആശയത്തിൽ ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ. പിന്നെ സാറ് പറഞ്ഞ ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോളിലേക്കുള്ള യാത്രയാണ് എൻജോയ് ചെയ്യേണ്ടത്, ഗോളല്ലാറുണ്ട്. നമ്മൾ ലക്ഷ്യം മാത്രം മുന്നിൽ കാണാതെ ആ യാത്ര എൻജോയ് ചെയ്യുകയാണെങ്കിൽ ആ ജേർണി ടു ദ ഗോള് അത് വളരെയധികം ഒരു ഇതാവും. മറ്റെങ്ങനെ ഗോൾ എത്തിയില്ലല്ലോ എന്നുള്ള നമ്മളെങ്ങനെ ആരാച്ച് ചെയ്യും. അപ്പം അതല്ല, അത് മാക്സിമം ഇതാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള, എൻജോയ് ചെയ്യേണ്ടത് എന്നുള്ളത്. നല്ല ക്ലാസ്. നല്ല ക്ലാസ് ആയിരുന്നു. കാരണം അതൊന്നും ഇപ്പൊ ഏറെ മനസ്സിലായിട്ട് നമുക്ക് ഡെയിലി റൊട്ടീന്റെ ഭാഗമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യാന്നുള്ളത് ഒക്കെയാണ്. പിന്നെ സാറോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, പാരന്റിങ്ങിന്റെ അതോട് ബന്ധിച്ചുള്ള കുറച്ച് ബുക്സുകൾ ഏതൊക്കെയൊന്ന് പറഞ്ഞുതരാൻ പറ്റിച്ചെങ്കിൽ നന്നായിരുന്നു. ഞാൻ സാറിനെ വിളിക്കാം. പിന്നെ ഇന്നലെ ഞാൻ അതുപോലെ കൊപ്പം എനിക്ക് പോവാണ്ടായിരുന്നു, പട്ടാമ്പി കൊപ്പം. പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ പോകുമ്പോഴും ഇങ്ങനെ തന്നെ ഞാൻ യൂട്യൂബിൽ പാരന്റിങ്ങിന്റെ വീഡിയോസ് വെച്ച് ഇയർഫോൺ വെച്ചിട്ട് ഇങ്ങനെ കേട്ടുപോയതുകൊണ്ട് എത്തിയതും അറിഞ്ഞില്ല, തിരിച്ച് വീട്ടിലെത്തിയതും അറിഞ്ഞില്ല. ക്ലാസ് 2-3 പ്രാവശ്യം കേട്ടപ്പോഴേക്ക് തന്നെ എനിക്ക് ഒരുപാട് എന്താ പറയാ, ഒരു ക്ലാസ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി എടുത്തിട്ട് 2 പ്രാവശ്യം ആവർത്തിച്ച് കേട്ടപ്പോ തന്നെ നമ്മളെ മനസ്സിലേക്ക് ഒരുപാട് ആശയങ്ങൾ വരി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ. ഇപ്പൊ സാറ് പറഞ്ഞ അത് കൂടി ഒന്ന് ചെയ്യണം എന്തായാലും. നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ഇയർഫോൺ വെച്ചിട്ട് നമുക്ക് അറിവുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒരുപാട് അറിവ് നമുക്ക് വർദ്ധിക്കും. ഞാൻ പാരന്റിങ്ങിന്റെ ക്ലാസ് സ്കൂളുകളിൽ പോയി എടുക്കാൻ വേണ്ടി ഉള്ള ഒരു തീരുമാനത്തിലാണ്. എൻ്റെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസരം കിട്ടും എന്തായാലും ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കും, സക്സസ് ആവും. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. അപ്പൊ സാറിനെ സഹായിക്കണം. അതിന് പറ്റിയ ബുക്സ് ഏതാണെന്ന്, അല്ലെങ്കിൽ അതിന് പറ്റിയ ഓഡിയോ എന്താണെന്ന് വെച്ചെങ്കിൽ സാർ എനിക്ക് വിട്ടു തരണം. ഞാനത് കേട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിവേ താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം. പക്ഷേ സാറ് അവസാനം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നമ്മുടെ ഒരു ദീർഘയാത്രയുടെ ചുവട് വെക്കുന്ന ചെറിയ ചുവടാണോ? ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാ ദീർഘദൂര യാത്രകളും ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു ചൈനീസ് പഴമൊഴിയല്ലേ സാർ അത്? ഒരു ചൈനീസ് പഴമൊഴിയല്ലേ അത്? ആണ്. ഓക്കെ സാർ, മണി സാർ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സനീർ സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സനീർ സർ. താങ്ക് യു സോ മച്ച്. സോ നമുക്ക് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ത്രൂ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ. ഓക്കെ.
എനിവേ ഓസി സർ, അപ്പോൾ നെക്സ്റ്റ് ഒരു സെഷനും ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു സെഷന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൾ. Thank you, Ashwin sir. Thank you all. Thank you, Ashwin sir. Thank you all. Sir, thank you. You all. Thank you, sir. Thank you all. Have a nice day.